അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1 ശനിയാഴ്ച. കേന്ദ്ര ബജറ്റ് ഇന്ന്. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെയും നിർമ്മല സീതാരാമന്റെ 8ാമത്തെയും ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടാകുകയെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇടത്തരക്കാർക്കും പിന്നാക്ക വിഭാഗക്കാർക്കും ഊന്നൽ നൽകുന്ന ബജറ്റായിരിക്കുമെന്നാണ് സൂചന. ഇന്നത്തെ ബജറ്റ് അവതരണത്തോടെ ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി 8 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളത്തിന് അഭിനന്ദനം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേരളത്തെ അഭിനന്ദിച്ചിരിക്കുന്നത്. അതേസമയം സ്വകാര്യ മേഖലയിലെ ജോലി സമയത്തിലടക്കം വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്തവണത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മദ്യനിർമ്മാണശാലകൾ തുടങ്ങാനുള്ള ഓട്ടത്തിനിടയിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം കൂടി സർക്കാർ ശ്രദ്ധിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിഷേധാത്മക നിലപാട് തുടർന്നാൽ നിയമസഭയിലും പുറത്തും പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ ക്രൂരാക്രമണത്തിനിരയായ പെൺകുട്ടി മരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ മരണം സ്ഥിരീകരിച്ചത്. പോക്സോ കേസ് അതിജീവിതയാണ് 19-കാരിയായ പെൺകുട്ടി. അതേസമയം പെൺകുട്ടിയുടെ ശരീരത്തിൽ നിറയെ മുറിവേറ്റ പരിക്കുകളുണ്ടെന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം പോലീസ് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഫ്രീസർ ഒഴിവില്ലാത്തതിനാൽ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശി ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതിയും കാരണവരുടെ മരുമകളുമായ ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് അനുവദിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകി. ഷെറിന് ശിക്ഷയിൽ ഇളവ് അനുവദിക്കുന്നത് നിയമവിരുദ്ധവും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതുമാണെന്ന് ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടി. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിയായ ഹരികുമാറിന് മാനസിക പ്രശ്നമുണ്ടെന്നും ഇതിനാൽ തന്നെ പലപ്പോഴും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നതെന്നും പോലീസ്. 5 വർഷത്തോളമായി ചില മാനസിക പ്രശ്നങ്ങൾക്ക് ഹരികുമാർ ചികിത്സയിലാണെന്ന് തിരുവനന്തപുരം റൂറൽ SP സുദർശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഹരികുമാറിന് വേണ്ടി അഭിഭാഷകർ ആരും കോടതിയിൽ ഹാജരായില്ല. ഹരികുമാറിനെ നെയ്യാറ്റിങ്കര സബ് ജയിലിലേക്ക് മാറ്റി. ദേവേന്ദുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ജോത്സ്യൻ ദേവിദാസന് പങ്കുള്ളതായി തെളിവില്ലെന്ന് പോലീസ്. 36 ലക്ഷം തട്ടിയെടുത്തുവെന്ന കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിന്റെ പരാതിയിലാണ് ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നത്. പണം വാങ്ങിയ കാര്യം നിഷേധിച്ച ഇയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് ഇയാളെ വിട്ടയച്ചത്. ചോദ്യം ചെയ്യലിനെത്തിയത് സ്വാഭാവിക നടപടിയുടെ ഭാഗമെന്ന് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ശേഷം ദേവിദാസൻ പ്രതികരിച്ചു. 100% കള്ളപ്പരാതിയാണ് തനിക്കെതിരെ ഉന്നയിച്ചതെന്നും കോവിഡിന് മുൻപാണ് ഹരികുമാർ തന്റെ അടുക്കൽ ജോലി ചെയ്തിരുന്നതെന്നും അതിനുശേഷം കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ദേവിദാസൻ വിശദീകരിച്ചു. തൃപ്പൂണിത്തുറയിലെ 15 വയസ്സുകാരൻ മിഹിറിന്റെ ആത്മഹത്യയിൽ പോലീസ് അടിയന്തര നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂളുകളിൽ സമൂഹ നന്മയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നടപടികളെടുക്കാനും നിയമ ഭേദഗതി ആവശ്യമെങ്കിൽ അക്കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഗാന്ധി ഘാതകനായ നാഥുറാം ഗോഡ്സെയെ മീററ്റിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചു എന്ന പത്രവാർത്തയിൽ
തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ 1075 കൊല്ലമായി ശ്രമിക്കുന്നു, കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഹിന്ദുസഭ എന്ന KR മീരയുടെ പോസ്റ്റിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ചില എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും ആരെ ഏത് രീതിയിൽ വിമർശിക്കണം എന്നുമുള്ള വിവരമില്ലായ്മയാണ് പോസ്റ്റെന്നും അത് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്ന് അറിയാതെയല്ലെന്നും അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടമെന്നും ബെന്യാമിൻ കുറിച്ചു. ഫിക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, ഈ പോസ്റ്റിലും അത് കാണാൻ കഴിയുന്നു എന്ന് T. സിദ്ദിഖ് MLA-യും സംഘികളോ അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മലയാളത്തിലെ പിണറായിസ്റ്റ് എഴുത്തുജീവികളോ എന്തുതന്നെ അധിക്ഷേപിച്ചാലും എത്ര തന്നെ ആക്രമിച്ചാലും മഹാത്മാഗാന്ധി പ്രസിഡന്റായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് VT ബൽറാമും പ്രതികരിച്ചു. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും കൈക്കൂലിപ്പണം പിടികൂടി. വിജിലൻസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെയായിരുന്നു വാളയാർ വേലന്താവളം ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് കൈക്കൂലിപ്പണം കണ്ടെത്തിയത്. 1,61,060 രൂപയാണ് 3 ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി വിജിലൻസ് സംഘം കണ്ടെത്തിയത്. അടിയന്തര ഘട്ടങ്ങളിൽ രക്തം എത്തിച്ചു നൽകാനായി കേരള പോലീസിന്റെ പോൽ ബ്ലഡ്. അടിയന്തര ഘട്ടങ്ങളിൽ ഈ ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് കേരള പോലീസ് അറിയിച്ചു. മൊബൈൽ ആപ്ലിക്കേഷനായ പോൽ ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തനം. രക്തദാനത്തിന് എല്ലാവരും മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ സേവനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂവെന്ന് കേരള പോലീസ് അറിയിച്ചു. ഫെബ്രുവരി മാസം മുതൽ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ചാർജ് യൂണിറ്റിന് 9 പൈസ കുറയുമെന്ന് KCB. ഇന്ധന സർചാർജായി പിരിക്കുന്ന 19 പൈസയിൽ നിന്ന് 9 പൈസ കുറവ് വരുത്തിയതോടെയാണ് ഇത്. തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിൽ നൂതന സംവിധാനങ്ങളോടുകൂടിയുള്ള ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എല്ലാ സൌകര്യങ്ങളോടും കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് സജ്ജമാക്കിയതിനാൽ കൂടുതൽ രോഗികൾക്ക് ഒരേ ദിവസം ശസ്ത്രക്രിയകൾ നടത്താനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് പഠനം തുടരാൻ അനുമതി നൽകി സർവകലാശാല ഉത്തരവ് ഇറക്കി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മണ്ണുത്തി ക്യാമ്പസിൽ താൽക്കാലികമായി പഠനം തുടരാമെന്നും പക്ഷേ ആർക്കും ഹോസ്റ്റൽ സൌകര്യം അനുവദിക്കില്ലെന്നും ഉത്തരവിലുണ്ട്. ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിന് പിന്നാലെ പഠനവിലക്ക് നേരിട്ടവരാണ് ഹൈക്കോടതിയിൽ നിന്നും ഇളവ് നേടിയത്. ഫെബ്രുവരി 27-ന് കേരളത്തിൽ തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയനുകൾ. ഹർത്താലിന്റെ ഭാഗമായി മത്സ്യ മാർക്കറ്റുകളും പ്രവർത്തിക്കില്ല. ഖനനത്തിനെത്തുന്നവരെ കായികമായും നേരിടുമെന്ന് TN പ്രതാപൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ യൂണിയനുകൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോവാനാണ് തീരുമാനം. നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ നഴ്സിംഗ് പാസായ മൂത്തമകൾ അതുല്യയ്ക്ക് സർക്കാർ തലത്തിൽ ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കൊല്ലപ്പെട്ട സുധാകരന്റെ രണ്ടാമത്തെ മകൾ അഖിലയുടെ വിദ്യാഭ്യാസം വനിതാ വികസന കോർപ്പറേഷൻ ഏറ്റെടുക്കുമെന്നും ഇതിന്റെ ഭാഗമായി 2 ദിവസത്തിനകം ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. വയനാട് വെള്ളമുണ്ടയിൽ അതിഥി തൊഴിലാളിയെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചു. സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ മുഹമ്മദ് ആരിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശിയായ മുഖീബാണ് കൊല്ലപ്പെട്ടത്. മൂളിത്തോട് പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിവരം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന ആശങ്കയിൽ മതസ്വാതന്ത്ര്യം നിഷേധിക്കരുതെന്ന സുപ്രധാന ഉത്തരവുമായി മദ്രാസ് ഹൈക്കോടതി. കന്യാകുമാരിയിൽ സൺഡേ സ്കൂൾ കെട്ടിട നിർമ്മാണം തടഞ്ഞ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. CSI സഭ ഭാരവാഹി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മറ്റു മതവിശ്വാസികൾ എതിർത്തേക്കുമെന്നത് അനുമതി നിഷേധിക്കാൻ മതിയായ കാരണമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളായ ദില്ലി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെ തോട്ടിപ്പണി സമ്പ്രദായം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. തോട്ടിപ്പണി പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഫെബ്രുവരി 13-ന് മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു. ബജറ്റ് സമ്മേളനത്തിലെ അഭിസംബോധന വായിച്ച് പാവം സ്ത്രീ തളർന്നെന്ന രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടുള്ള സോണിയാഗാന്ധിയുടെ പ്രതികരണം വൻ വിവാദത്തിൽ.
കടുത്ത അതൃപ്തി അറിയിച്ച് വാർത്താക്കുറിപ്പിറക്കിയ രാഷ്ട്രപതി ഭവൻ അന്തസ്സിനെ മുറിവേൽപ്പിച്ചുവെന്ന് അപലപിച്ചു. രാഷ്ട്രപതിയെയും രാജ്യത്തെ ആദിവാസി സമൂഹത്തെയും കോൺഗ്രസിലെ രാജകുടുംബം അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിയോട് എക്കാലവും ബഹുമാനമേ ഉള്ളുവെന്നും സോണിയാഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടുവെന്നും പ്രിയങ്ക ഗാന്ധി പ്രതിരോധം പറഞ്ഞു. വിവാദ ആൾദൈവം നിത്യാനന്ദയ്ക്ക് തിരിച്ചടി. 3 മഠങ്ങളുടെ അധിപതിയായി പ്രഖ്യാപിക്കണമെന്ന നിത്യാനന്ദയുടെ ആവശ്യം മദ്രാസ് ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവയ്ക്കുകയായിരുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായതോടെ 2019 നിത്യാനന്ദ ഇന്ത്യ വിട്ടിരുന്നു. ദില്ലിയിലെ കുടിവെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷം കലക്കിയെന്ന പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നേരിട്ടെത്തി മറുപടി നൽകി അരവിന്ദ് കെജ്രിവാൾ. അമോണിയയുടെ അളവിനെ സംബന്ധിച്ച് ദില്ലി ജല ബോർഡിന്റെ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് മറുപടി. വിഷയത്തിൽ ഇടപെടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയെ സഹായിക്കുകയാണെന്ന് കെജ്രിവാൾ മറുപടിയിൽ ആരോപിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ എഎപിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളെന്ന് സൂചന. 7 എഎപി എംഎൽഎമാർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തിയതും അദ്ദേഹത്തിന്റെ വസതിയിലെ സിസിടിവിയിൽ പതിഞ്ഞ മുഖവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാമിന്റേതെന്ന് അന്വേഷണ സംഘം. പ്രതിക്ക് നടത്തിയ ഫേസ് റെക്കഗ്നീഷൻ പരിശോധനാ ഫലം ഇക്കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. 2 ആഴ്ച മുൻപാണ് സെയ്ഫിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തി പരിക്കേൽപ്പിച്ചത്. നിരോധിത ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് മണിപ്പൂരിൽ വിഘടനവാദത്തിന് ശ്രമിച്ചെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യ തിരയുന്ന ഗുർപത്വന്ത് സിംഗ് പന്നുവാണ് സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ. മുസ്ലിങ്ങൾ, തമിഴർ, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ എന്നിവരെ വിഘടനവാദത്തിന് പ്രേരിപ്പിക്കാൻ സിഖ് ഫോർ ജസ്റ്റിസ് ശ്രമിച്ചു എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി സമയത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച സാമ്പത്തിക സർവേ. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ തയ്യാറാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെള്ളിയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിലാണ് ഓവർടൈം അടക്കമുള്ള വിഷയങ്ങളിൽ നിയമത്തിൽ മാറ്റം വരുത്തുന്നതടക്കമുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് 2020 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ഇംഗ്ലണ്ടിനെ 9 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. 114 റൺസ് പിന്തുടർന്ന ഇന്ത്യ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 5 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. നാളെ നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 15 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നോട്ട് വെച്ച 182 റൺസ് ലക്ഷ്യമിട്ടിറങ്ങിയ ഇംഗ്ലീഷ് നിരയുടെ മറുപടി 19.4 ഓവറിൽ 166 റൺസിൽ അവസാനിച്ചു. ഈ ജയത്തോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 1 മത്സരം ബാക്കി നിൽക്കെ 3-1 ഇന്ത്യ ഉറപ്പാക്കി. രണ്ടാമത്തെ ഓവറിൽ സഞ്ജു സാംസൺ 1 റൺസ് എടുത്തും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും 0-ലും മടങ്ങി തകർച്ച നേരിട്ട ഇന്ത്യയ്ക്ക് പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചത് 6ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ കൂട്ടുകെട്ടാണ്. ദുബെ 34 പന്തിൽ 53 റൺസും ഹാർദിക് 30 പന്തിൽ 53 റൺസും എടുത്തു. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ രവി ബിഷ്ണോയും ഹർഷിത് റാണയുമാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിച്ചത്. പരിക്കേറ്റ ദുബെയുടെ കൺകഷൻ സബ്ബായാണ് ഹർഷിത് റാണ കളത്തിലിറങ്ങിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.